കൊടും കാട്ടിന്റെ നടുവിൽ വഴിതെറ്റിപ്പോയ ഒരു കുഞ്ഞൻ മുയൽ. ചുറ്റും ഉയർന്ന മരങ്ങൾ, കനത്ത ഇരുട്ട്, പക്ഷികളുടെ ശബ്ദം പോലും ഭയപ്പെടുത്തുന്ന പോലെ. അമ്മേ, ഞാൻ എവിടെയാണ് എന്ന് ഭയത്തോടെ മുയൽ നിസ്സഹായമായി ചുറ്റും നോക്കി. അപ്പോഴാണ് പുല്ലിനുള്ളിൽ നിന്ന് ഒരു ഷ് എന്ന ശബ്ദം. ഒരു വലിയ പാമ്പ് പതുക്കെ പുറത്തേക്ക് നീങ്ങി. അതിൻ്റെ കണ്ണുകൾ നേരെ മുയലിനെ നോക്കി. ഇന്നെൻ്റെ ഭക്ഷണം കിട്ടി, പാമ്പ് മൃദുവായി പറഞ്ഞു. മുയൽ ഭയന്നു വിളച്ചു, ഓടാൻ ശ്രമിച്ചു. പക്ഷേ കാലുകൾ നടുങ്ങി. ഒരു നിമിഷം മുയൽക്കൊരു ബുദ്ധി തോന്നി. അവൻ പെട്ടെന്ന് പറഞ്ഞു, എന്നെ തിന്നുന്നതിന് മുമ്പ് ഒരു കാര്യം കേൾക്കണേ. ഈ കാട്ടിൽ നിന്നേക്കാൾ വലിയൊരു പാമ്പുണ്ട്. അത് നിനക്ക് ഭീഷണിയാണ്. പാമ്പൊന്ന് നിർത്തി. എന്താ, എന്നേക്കാൾ വലിയ പാമ്പോ? അതെ, അത് ഈ കല്ലിന് പിന്നിലാണ്. ഞാൻ നിന്നെ കാണിച്ചു തരാം, മുയൽ പറഞ്ഞു. പാമ്പ് സംശയത്തോടെ കല്ലിനടുത്തേക്ക് പോയി. മുയൽ ഉടൻ കല്ലിൻ്റെ മുകളിലേക്ക് കയറി താഴെയുള്ള വെള്ളക്കുളം കാണിച്ചു. ഇതാ നോക്ക്. പാമ്പ് വെള്ളത്തിൽ നോക്കി. അവിടെ സ്വന്തം പ്രതിബിംബം. അത് മറ്റൊരു വലിയ പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചു. ഭയന്ന് പിന്നോട്ടു പോയി. പിന്നെ വേഗത്തിൽ കാട്ടിനകത്ത് മറഞ്ഞു. മുയൽ ആശ്വാസമായി ശ്വാസം വിട്ടു. ചെറിയവനാണെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് സുരക്ഷിതമായി കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി.